ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണത്തിൻ്റെ 6ാം ദിവസമാണ് തൃക്കേട്ട. അപ്പോൾ നമുക്ക് ഇന്ന് തൃക്കേട്ട സ്പെഷ്യലായിട്ട് ഒരു വെള്ള ഓലൻ തന്നെയാവാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കാം. വെള്ള ഓലൻ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായത് ഒരു 1/2 കിലോ കുമ്പളങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ അരിയാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, തുടക്കക്കാർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരിയാണ്ട് വെച്ചിരിക്കുന്നത്. അതിപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 മുറി നാളികേരാണ്. അത് വലിയ മുറി തന്നെയാണ് നാളികേരം എടുത്തിരിക്കുന്നത്. അതായത് ഒരു 1.5 കപ്പ് വരും. അതായത് ഈ പാലിലാണ് വേവേണ്ടത്. അപ്പം എന്തായാലും ഇത്ര നാളികേരം തന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് എരിവിന് പച്ചമുളകാണ്. അതിൽ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കൂടുതൽ എടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ ഒരു ചെറിയ സവാള. ഉള്ളി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വലിയ സവാള ആണെങ്കിൽ ഒരു പകുതി സവാള എടുത്താൽ മതി. പിന്നെ കുഞ്ഞ് സവാള ഉള്ള കാരണം ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം, കുറച്ച് വെളിച്ചെണ്ണയും വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കേണ്ടതൊന്ന്, ഞാൻ അങ്ങനെ കുമ്പളങ്ങേരെ കുറച്ച് ഭാഗം ഞാൻ അരിഞ്ഞ് കഴിഞ്ഞതാണ്. അപ്പം ഞാനൊന്ന് തുടക്കക്കാർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ഇതിങ്ങനെ നുറുക്കിയെടുക്കുകയാണ്. വളരെ സ്പീഡിൽ നമുക്ക് നുറുക്കിയെടുക്കാൻ പറ്റണ ഒരു ഇതാണ്. വലിയ ബുദ്ധിമുട്ടില്ല സംഭവം. ചെറിയ കഷ്ണങ്ങളായാലും പെട്ടെന്ന് തന്നെ നമുക്ക് നുറുക്കിയെടുക്കാൻ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ ഓലന്, വെള്ള ഓലന് നുറുക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ കഷ്ണം നമ്മൾ നുറുക്കിയെടുക്കാം. അപ്പോൾ ഈ കുമ്പളങ്ങ നമുക്ക് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. ആ കുമ്പളങ്ങ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് അത്യാവശ്യം തിക്കായിട്ട് അടിച്ച് 1-ാം പാല് 2-ാം പാല് എടുക്കണം. അപ്പോൾ നാളികേരപ്പാല് നമ്മളിങ്ങനെ തിക്കായിട്ട് എടുത്ത് വെച്ചു. ഇത് 2-ാം പാല്, ഇത് 1-ാം പാല്. ഇത് ഏകദേശം ഒരു 2 കപ്പ് പാല് എടുത്തിട്ടുള്ളൂ. 2-ാം പാല്. പിന്നെ കുറച്ച് 1-ാം പാല്. നമ്മൾ കുമ്പളങ്ങ കഴുകി വാല വെച്ചതാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സവാള നോക്കിയിടാം. ഇനി പച്ചമുളക് ഒന്ന് നടു കീറിയിട്ട് കൊടുക്കാം. നമ്മുടെ ആകെ എരിവിന് ഈ പച്ചമുളക് മാത്രമാണ് വെള്ള ഓലനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് എരിവ് നോക്കി ഇട്ടാൽ മതി. ചിലർക്ക് എരിവ് അധികം ഇഷ്ടമല്ലെങ്കിൽ അത് എണ്ണം കുറച്ച് കീറിയിടാം. അതുപോലെ തന്നെ ഈ ഇഞ്ചി കഷ്ണം നമുക്ക് നീളത്തിൽ നുറുക്കിയിടാം. ഇനി നമുക്ക് ഈ വേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇടേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല്, നാളികേരത്തിൻ്റെ 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൽ കിടന്നാണ് ഇത് തിളയ്ക്കേണ്ടത്. അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. അപ്പം നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുമ്പളങ്ങ ആയതുകൊണ്ട് വെള്ളം എന്തായാലും കുറച്ച് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം തിക്കായിട്ട് പാലെടുത്തത്. അല്ലെങ്കിൽ വല്ലാണ്ട് ലൂസായി പോകും നമ്മൾ ഓലൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം. അത് കുറച്ച് നേരം തിളച്ച് നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം നമുക്ക് ആദ്യം.
നമുക്ക് കുമ്പളങ്ങയുടെ കുറച്ചുകൂടി വേവാണ്. ആദ്യം നമ്മളൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വേവിച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി ഒരു 10 മിനിറ്റോളം നമ്മൾ വേവിച്ചപ്പോഴാണ് കുമ്പളങ്ങ നന്നായി വെന്തുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൺപാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം നേരത്തെ കുറച്ച് വെച്ചേക്കായിരുന്നു, ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് തൺപാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് കാച്ചിടുക അങ്ങനെയൊന്നും ചെയ്യില്ല സാധാരണ, പണ്ടത്തെ ആൾക്കാർ ചെയ്യാറ്. കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിന് മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ള ഓലൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വെള്ള ഓലൻ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഓണത്തിന് അത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നാളെ നമുക്ക് മൂലം സ്പെഷ്യൽ ആയിട്ട് ഞാൻ വരും. ബൈ.